ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് 9th ഹിസ്റ്ററിയിലെ 4th ചാപ്റ്റർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഫോട്ടോ കാണാം, പിന്നെ അതുപോലെ തന്നെ ഒരു പേപ്പർ ക്ലിപ്പിംഗ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചാണ്, നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉള്ളൊരു, ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളൊരു സ്പീച്ചാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ള ഫസ്റ്റത്തെ ഒരു സ്പീച്ചാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വേണ്ടാത്ത അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ഒഴിവാക്കാനായിരുന്നു ആദ്യം നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഡിസ്ക്രിമിനേഷൻ, ഇൻജസ്റ്റിസ്, കാസ്റ്റ് സിസ്റ്റം, സോഷ്യൽ ഈവൽസ്. ഡിസ്ക്രിമിനേഷൻ പറഞ്ഞാൽ എന്താണ്? വിവേചനം. ഇതിനെ കുറിച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റു സംസാരിച്ചു. ഇൻജസ്റ്റിസ്, നീതിയില്ലായ്മയെ കുറിച്ച് സംസാരിച്ചു. കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ കുറിച്ച്. സോഷ്യൽ ഈവൽസ്, അതായത് ഈ തെറ്റായിട്ടുള്ള ആചാരങ്ങൾ. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു പേപ്പർ ക്ലിപ്പിംഗ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും നമ്മുടെ ഇന്ത്യയിലുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ സോഷ്യൽ പൊതുവെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഉറങ്ങി പോകാറുണ്ട്. പക്ഷെ ഇത് ഇൻട്രസ്റ്റിംഗ് കൂടെ എന്ത് ചെയ്യുക, കേട്ടിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഫസ്റ്റ് നോക്കാനുള്ളത് ഫ്രം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഒന്നുമില്ല, നമ്മുടെ ഭരണഘടനയിൽ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യ വിൽ ബി ഇൻഡിപെൻഡന്റ് സോവറൻ എ റിപ്പബ്ലിക് വിത്ത് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. എന്താ പറഞ്ഞത്? ഇന്ത്യ പറഞ്ഞത് കംപ്ലീറ്റ്ലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിരിക്കും, അതിന് തന്നെ അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. ദ യൂണിയൻ ഓഫ് ഇന്ത്യ വിൽ ഇൻക്ലൂഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ്, പ്രിൻസ്ലി സ്റ്റേറ്റ് ആൻഡ് എനി അതർ ഏരിയാസ് ബിലോങ് ടു ദ ജോയിന്റ്സ്. ഇനി ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂട്ടിച്ചേർക്കുക? ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കും. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റ്, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കും. മാത്രമല്ല മറ്റു ആർക്കൊക്കെ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, യുണൈറ്റ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ഒരുമിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഈച്ച് പാർട്ട് ഓഫ് ഇന്ത്യ വിൽ ഹാവ് ഓട്ടോണമി ആൻഡ് പവേഴ്സ് നോട്ട് ഗിവൻ ടു ദ സെൻട്രൽ ഗവൺമെന്റ്. എന്താ പറഞ്ഞത്? അങ്ങനെ ഓരോ സ്റ്റേറ്റുകൾക്കും അല്ലെങ്കിൽ യൂണിറ്റുകൾക്കും സംസ്ഥാനങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടാവും. എല്ലാ പവറും സെൻട്രൽ ഗവൺമെന്റിന് മാത്രമായിട്ട് കൊടുക്കുകയില്ല എന്ന് പറയുന്നത്. ഓൾ പവർ ഇൻ ഇന്ത്യ വിൽ കം ഫ്രം ദ പീപ്പിൾസ്. ഇനി ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ അധികാരങ്ങളും എന്ന് പറയുന്നത് ആരിൽ നിന്ന് വരുന്നതാണ്? ജനങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ഗ്യാരണ്ടി, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റിസ്. എന്താണ് ജസ്റ്റിസ് പറഞ്ഞാൽ? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽസ്. നീതി. ഇനി ഇക്വാലിറ്റി, തുല്യത. ഇനി ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇനിയിപ്പോ ഫ്രീഡത്തിൽ എന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച്, ബിലീഫ്, വേർഷിപ്പ്, പ്രൊഫഷൻ, അസോസിയേഷൻ. ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഇക്വാലിറ്റീസ്, എല്ലാ അവസരങ്ങൾക്കും തുല്യതയുണ്ട്. സ്റ്റാറ്റസ്, എല്ലാ ആളുകളും ഒരുപോലെയാണ്. ഇനി നിയമങ്ങൾക്ക് മുമ്പിൽ എല്ലാ ആളുകളും ഒന്നാണ് എന്നുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് പറയുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. Next one, features of constitutions. The Constitution of India was prepared by the drafting committee of the Constitution Assembly, formed on 6th December 1946 based on the cabinet mission plans. ഇനി ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6th December 1946. ഇത് ഏതിന്റെ ഭാഗമായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഈ ഒരു ഭാഗമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്ക് ഓൺ 9th December 1946 ആൻഡ് took 2 years 11 months and 70 days to complete it. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കംപ്ലീറ്റ് ആക്കാൻ എത്ര വർഷങ്ങൾ എടുത്തു? 2 വർഷവും 11 മാസവും 17 ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വർക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എടുത്തുള്ളത്. തുടങ്ങിയപ്പോഴാണ് 9th December 1946. കംപ്ലീറ്റ് ആയപ്പോഴാണ് 2 വർഷവും 11 മാസവും 17 ദിവസത്തിന് ശേഷമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ 26th November 1949 ആൻഡ് കെയിം ഇൻടു ഫോഴ്സ് ഓൺ 26th January 1950. അതായത് എപ്പോഴാണ് കംപ്ലീറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ച് കഴിഞ്ഞത്? 1949. ഇനി 49 രൂപീകരിച്ച് കഴിഞ്ഞതും അത് അധികാരത്തിൽ വന്നോ? ഇല്ല. 26 January 1950. അപ്പൊ നമ്മൾ January 26 നമ്മൾ ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന രൂപീകരിച്ചതാണ് January 26 എന്ന് പറയുന്നത്. It originally contained 395 articles, 5 schedules and was divided into 22 parts. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പറയുന്നത്? 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും അതുപോലെ തന്നെ 22 പാർട്സുമായിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, the Indian Constitution is living document, meaning it changes over time through amendment, suit need new needs. എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ജീവനുള്ള ഒരു വസ്തു പോലെയാണ്. നമുക്ക് മാറ്റങ്ങൾ
ആവശ്യമുള്ള സമയങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനെ രൂപീകരിച്ചിട്ടുള്ളത്. മെനി ഐഡിയാസ് ഫ്രം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് ആൻഡ് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വർ ഇൻക്ലൂഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഐഡിയാസും ആരുടെ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെഹ്റുയുടെ കാഴ്ചപ്പാടുള്ള ഐഡിയാസും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഐഡിയാസുമാണ് ഇതിൽ കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷനിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ഡീറ്റെയിൽ സ്റ്റഡി, ഡിസ്കഷൻ, ഡിബേറ്റ് ടു എൻഷുർ ജസ്റ്റിസ്, ഈക്വാലിറ്റി ആൻഡ് ഡെമോക്രസി ഫോർ ഓൾ സിറ്റിസൺസ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഡിബേറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് രൂപീകരിച്ചിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചിട്ടുള്ളത്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിന് ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് പറയുന്നത് എന്തിന്റെയാണ്, നമ്മുടെ ഇന്ത്യയുടെ. ഇതിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനിക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് അറൌണ്ട് 1.5 മില്യൺ വേർഡ്സ്. ഏകദേശം 1.5 മില്യൺ വാക്കുകൾ ഏതിലുണ്ട്, നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇറ്റ് റിഫ്ലക്ട് കോണ്ടന്റ് ഇൻഡിവിജ്വൽസ് ഇന്ത്യസ് ഡൈവേഴ്സിറ്റി ആൻഡ് വെസ്റ്റേൺസ്. എന്താ പറഞ്ഞത്, അതായത് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളെയും കൃത്യമായിട്ട് എന്തുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ്, സവിശേഷതയാണ് പാർലമെന്ററി ഡെമോക്രസി. ദ എക്സിക്യൂട്ടീവ് ഇസ് ഡ്രോൺ ഫ്രം ദ ലെജിസ്ലേച്ചർ. ദ എക്സിക്യൂട്ടീവ് നിർമ്മിച്ചിട്ടുള്ളത് ലെജിസ്ലേച്ചറിൽ നിന്നാണ്. അപ്പൊ എന്താണ് ലെജിസ്ലേച്ചേഴ്സ്, എന്താണ് എക്സിക്യൂട്ടീവ്? ദ ലെജിസ്ലേച്ചർ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് എൻഷുറിംഗ് അക്കൗണ്ടബിലിറ്റി. ലെജിസ്ലേച്ചറെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും, എക്സിക്യൂട്ടീവുകളാണ്. ആരാണ് എക്സിക്യൂട്ടീവുകൾ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ, മറ്റു മിനിസ്റ്റേഴ്സ്, ഇവരെല്ലാവരുടെയും കൗൺസിലാണ് എന്തെന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഈ എക്സിക്യൂട്ടീവുകൾ ചേർന്നിട്ടാണ് ലെജിസ്ലേച്ചറിലെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരായിരിക്കും എല്ലാ കാര്യവും, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആരായിരിക്കും, എക്സിക്യൂട്ടീവുകളായിരിക്കും. ഇനി റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചേഴ്സ്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ചില നിയമങ്ങൾ കൊണ്ടുവരാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്, പ്രത്യേകമായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. പക്ഷെങ്കിലും ഓർഡിനറി ലോസ്, സാധാരണ നിയമങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് എന്തില്ല, ഒരുപാട് സങ്കീർണമായിട്ടുള്ളതല്ല, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞത്. ഇനി നാലാമത്തേന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമാണ്. അപ്പൊ നോക്കിയോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ പറയുന്നത്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും തുല്യതയും എഴുതിയിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത്. അല്ലെ, നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നില്ലേ, ഈ മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ളതാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എഴുതിയത് കൊണ്ടാണ് നമ്മളിപ്പോ അനുഭവിക്കുന്ന പല പ്രിവിലേജസും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് കിട്ടിയത് കൊണ്ടാണ്. ഇനി രണ്ടാമതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ദ റിമൈൻഡ് സിറ്റിസൺസ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ടുവേർഡ് ദ നേഷൻ ആൻഡ് സൊസൈറ്റി. ഒരു രാജ്യത്തിനോടും സമൂഹത്തിനോടും ഒരു വ്യക്തി ചെയ്യേണ്ട കടപ്പാടുകൾ ഏതിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്, സൂചിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇനി അടുത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്. ദീസ് ആർ ദ ഗൈഡ്ലൈൻസ് ഓഫ് ഗവൺമെന്റ് ടു ബിൽഡ് എ വെൽഫെയർ സ്റ്റേറ്റ് എൻഷുറിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. നമുക്ക് സ്വാതന്ത്ര്യം മാത്രം കിട്ടിയാൽ മതിയോ? ഓരോ വ്യക്തികൾക്കും സമൂഹത്തിലെ ഒരു വില വേണം, ആ ഓരോ വ്യക്തികൾക്കും എക്കണോമിക് സ്റ്റാറ്റസ് വേണം. അപ്പൊ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം, നമ്മുടെ ഗവൺമെന്റ് വെൽഫെയർ, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത് സൂചിപ്പിക്കാനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് പോളിസീസ്. ഇതും ഏതിൽ എഴുതിയിട്ടുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആറാമത്തേന് ബൈകാമറൽ ലെജിസ്ലേച്ചർ. എന്താണ്? ലോകസഭ റെപ്രസെന്റ് ദ പീപ്പിൾസ്, രാജ്യസഭ റെപ്രസെന്റ് ദ സ്റ്റേറ്റ്, ടുഗദർ ദേ മേക്ക് ലോസ് വിത്ത് ദ സെക്കൻഡ് തോട്ട് പ്രോസസ്. എന്താ പറയുന്നത്? അതായത് ബൈകാമറൽ ലെജിസ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് സഭകൾ നമുക്കുണ്ട്, ഒന്ന് ലോവർ ഹൗസും അതുപോലെ തന്നെ അപ്പർ ഹൗസും. ലോകസഭയും രാജ്യസഭയും ഇതിൽ ഉള്ള ആളുകളിലെ എക്സിക്യൂട്ടീവുകൾ ചേർന്നിട്ടായിരിക്കും പല നിയമങ്ങളും എന്ത് ചെയ്യണത്, ഉണ്ടാക്കി എടുക്കുന്നത്. പല നിയമങ്ങളും പാസ്സാക്കി എടുക്കുന്നത് ഈ ലോകസഭയും രാജ്യസഭയിലായിരിക്കും. അപ്പോ ഈ ലോകസഭയും രാജ്യസഭയും എന്തിന്റെ പ്രത്യേകതയാണ്? നമ്മുടെ ഭരണഘടന പ്രത്യേകതയാണ്. അപ്പൊ ബൈകാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതിന്റെ കീഴിലാണ് ലോകസഭയും രാജ്യസഭയും വരുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് ലോകസഭ എന്താണ്, രാജ്യസഭ എന്താണെന്നുള്ളത്. അപ്പൊ ലോകസഭ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുകയും രാജ്യസഭ എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഹൗസ് ആണ്. അതിൽ ഒരുപാട് എക്സിക്യൂട്ടീവ്സ് മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് പല നിയമങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്സാക്കി എടുക്കുന്നത്. പല ബില്ലുകൾ നമ്മൾ ഇങ്ങനെയാണ് പാസ്സാക്കി നമ്മുടെ നിലവിൽ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്, പവേഴ്സ് ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. എങ്ങനെയാ പറഞ്ഞത്? നമ്മുടെ അധികാരം, ഇന്ത്യയുടെ അധികാരം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റുമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ
ഒരാൾക്ക് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ അധികാരം എന്ന് പറയുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും എന്തുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. However, the center has greater power to maintain unity and strength. പക്ഷെ എന്നിരുന്നാൽ കൂടിയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇരുന്നാൽ കൂടിയും ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് മേലും ഒരു ചെറിയ മേൽക്കൈ ആർക്കുണ്ട്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഇന്ത്യ ഒന്നിപ്പിക്കുന്നത്, യുണൈറ്റ് ചെയ്യുന്ന, ഐക്യം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഈ സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ് പല സംസ്ഥാനങ്ങളും വരുന്നത്. ഈ പല സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്, അവർക്കായി അതിനായിട്ടുള്ള അധികാരമുണ്ട്. പക്ഷെ എങ്കിലും ഈ സംസ്ഥാന ഗവൺമെന്റിന് മേലെ ആരുണ്ട്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. The judiciary is independent from the legislature and executive. അപ്പൊ ലെജിസ്ലേച്ചർ നമുക്കറിയാം ഒരുപാട് ഹൗസസ് ആണ്, ലോകസഭ, രാജ്യസഭ, ഇതൊക്കെയാണ് ലെജിസ്ലേച്ചറിൽ പെടുന്നത്. എക്സിക്യൂട്ടീവ്സ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മിനിസ്റ്റേഴ്സ്, MLAs, MPs, ഇവരൊക്കെയാണ് എക്സിക്യൂട്ടീവിൽ പെടുന്നത്. അപ്പോൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവിന്റെയും പുറമെ ആരുണ്ട്, നമുക്ക് ജുഡീഷ്യറി ഉണ്ട്. ആരാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്? കോർട്സ്, കോടതികളുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ ഇവരിൽ പുറമെ ആരടുത്തും പോയി പറയാൻ പറ്റും, കോടതിയും കൂടിയുണ്ട്. നമ്മളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനും എന്തുണ്ട്, കോടതിയും കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ത് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുർ ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ഓഫ് ദ സിറ്റിസൺസ് റൈറ്റ്. അപ്പൊ ഈ കോടതി നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഓരോ വ്യക്തികളുടെയും നീതിയും അതേപോലെ തന്നെ സംരക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ institutions like election commission, CAG, UPSC etc. work independently. എന്താ പറയുന്നത്, അതായത് ഭരണഘടനയിൽ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ, ഇനി UPSC പറഞ്ഞാൽ എന്താണെന്ന് അറിയാം എല്ലാവർക്കും. നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാം എഴുതി പാസ്സായി സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ എക്സാം എഴുതി പാസ്സാണ്. ഇതൊക്കെ എന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്കായിട്ടൊരു ബോഡി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിലൊരിക്കലും ഒരു ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റിനും അല്ലെങ്കിൽ ഒരു ആളുകൾക്കും ഈ ഇലക്ഷൻ കമ്മീഷനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവർക്കൊക്കെ ഈ ഒരു അധികാരങ്ങൾ കൊടുക്കുന്നത് ഏതാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. ഓക്കെ പിള്ളേരെ, അപ്പൊ നമുക്ക് പാർട്ട് 1 കംപ്ലീറ്റ് ആണ്. ഇനി പാർട്ട് 2 ആണ്. പാർട്ട് 2 നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മോഡലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നെക്സ്റ്റ് പാർട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. അപ്പൊ ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഇത് നോട്ട്സ് നമുക്ക് പിൻ കമന്റിൽ കൊടുത്തിട്ടുണ്ടാവും. മാത്രമല്ല പാർട്ട് 2 ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ബൈ ബൈ.